ചേട്ടൻ അടി ഉണ്ടാക്കിയിട്ടുണ്ട്, ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളിലൂടെ പോയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് സങ്കടമില്ല, പ്രശ്നങ്ങളില്ലാത്തവരാണെന്ന് ചിന്തിക്കരുത്. പറഞ്ഞോ എന്താ? ഞാൻ ഈ ഭൂമി മലയാളത്തിലെ മേനോനും നിങ്ങൾ മാത്രം അറിയാനുള്ളൂ. താൻ കാര്യം പറയൂ. ഇപ്പോൾ വരുന്നൊരു വാർത്ത, ചാലക്കുടിയിൽ ഇൻഫ്ലുവൻസർ ദമ്പതിമാർ തമ്മിൽ അടി. ഭാര്യയുടെ പരാതിയിൽ ഭർത്താവിനെതിരെ കേസ് എടുത്തിരിക്കുകയാണ്. ഒന്നും പറയാറായിട്ടില്ല, ചേരുംപടികൾ ചേർത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ എന്തും സംഭവിക്കാം. ഫിലോ കാലിയ ഫൗണ്ടേഷൻ നടത്തിപ്പുകാരായ ജിജിമാരായും ഭർത്താവ് മാരിയോ ജോസഫും തമ്മിലെ കുടുംബ തർക്കം പറഞ്ഞു തീർക്കുന്നതിനിടെയാണ് അടിപിടി ഉണ്ടായതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അനാവശ്യം പറഞ്ഞാൽ നിന്റെ കഥ ഞാൻ കഴിക്കും. നീ ഒരു പുല്ലും ചെയ്തില്ലടാ പുല്ലേ. ഓമക്കുറുപ്പിന്റെ ചങ്കൂറ്റം എന്താണെന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരാം. എന്താ നല്ല സർക്കസോ? ചപ്പാത്തിക്കോലെ നല്ല വഴിക്ക് വീണു. അതാണ് ഈ ഫിലോ കാലിയ ഫൗണ്ടേഷൻ. ഓക്കെ, എപ്പോഴോ ഞങ്ങൾ ചത്ത് പണ്ടാരടക്കേണ്ട സമയം കഴിഞ്ഞ്, എത്രയോ പ്രാവശ്യം ഡിവോഴ്സ് ചെയ്ത് പോകേണ്ട സമയം കഴിഞ്ഞു. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ അഞ്ജുരാജ് ചേരുകയാണ്. അഞ്ജുരാജ്, സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ദമ്പതിമാരാണ്. എന്താണ് ഇവർക്കിടയിലെ പ്രശ്നം? ആദ്യം രോഗി സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയട്ടെ. ഒക്കെ ഞാൻ പറയാം. മാരിയോ ജോസഫും ജിജി മാരിയോയും ആണ് ഈ തൊഴിൽ തർക്കത്തെ തുടർന്ന് 9 മാസമായി അകന്നു കഴിയുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ചാലക്കുടി പോലീസ് എഫ്ഐആർ പറയുന്നത്. പോലീസ് പറയുന്നത് സെറ്റ് ബോക്സ് എടുത്ത് തലക്കടിച്ചു, ഇടത് കൈയിൽ കടിച്ചും മുടിയിഴ പിടിച്ചു വലിച്ചും ദേഹോദ്രവം ഏൽപ്പിച്ചു. 70,000 രൂപ വിലയുള്ള ഫോൺ എടുത്തെറിഞ്ഞ് പൊട്ടിച്ചു. നിനക്ക് തൃപ്തിയായോ? ഇത്ര ആളുകളെ ഇവിടെ വിളിച്ചുകൊണ്ട് കഴിഞ്ഞപ്പോ നിനക്ക് തൃപ്തിയായോ? ഇതിനെല്ലാം കാരണം നിങ്ങൾ ഒരുത്തനാ. ഞാൻ തല്ലുകൊണ്ടതും പഴുക്ക് പറ്റിയതുമൊക്കെ ഒരു ഉർവശി ശാപമാണെന്ന് കരുതിയാൽ മതി. BNS 126(2) പ്രകാരമാണ് ജിജിയുടെ പരാതിയിൽ ചാലക്കുടി പോലീസ് കേസെടുത്തിരിക്കുന്നത്. തൃപ്തിയായില്ലേ? താൻ എവിടുത്തെ മുത്തച്ഛനാണോ? ഒരു വീടിന്റെ നാഥനാവുമ്പോ എല്ലാവരിലും വേണം ഒരു കണ്ണ്. ഇവിടുത്തെ തോന്നിവാസികളെ നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിൽ താൻ എവിടുത്തെ മുത്തച്ഛനാണോ? താൻ ഇതിനെ അനുഭവിക്കണോ?